നോട്ട് നിരോധനത്തിനോട് വിയോജിച്ച എം.ടി. വാസുദേവൻ നായരെ അധിക്ഷേപിച്ചതിലൂടെ ബി.ജെ.പി. ആർ.എസ്.എസ്. ശക്തികൾ ഫാസിസ്റ്റ് മുഖം തുറന്നു കാട്ടുന്നതായി സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജ്ഞാനപീഠ ജേതാവായ എം.ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രാകൃത നടപടിയാണ് ഇതെന്ന് കോടിയേരി പറഞ്ഞു. ബി.ജെ.പിയുടെയും മോദിയുടെയും കുഴലൂത്തുകാർ അല്ലാത്ത എഴുത്തുകാർ പിറന്ന മണ്ണിൽ ജീവിക്കണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് തികഞ്ഞ ഫാസിസമാണ്. മഹാസാഹിത്യകാരന്മാർ പോലും ബി.ജെ.പി. വരയ്ക്കുന്ന വരയിൽ നടക്കണമെന്നും സംഘപരിവാർ കൽപ്പിക്കുന്ന ലക്ഷ്മണരേഖ കടക്കരുതെന്നും കൽപ്പിച്ചാൽ അത് നടപ്പാക്കാനുള്ള വെള്ളരിക്ക പട്ടണമല്ല ഇന്ത്യയെന്നും കോടിയേരി പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് മനുഷ്യച്ചങ്ങല തീർക്കും. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെയാണ് മനുഷ്യച്ചങ്ങല. മനുഷ്യച്ചങ്ങലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് 5-നാണ് മനുഷ്യച്ചങ്ങല നടക്കുക. വിവരങ്ങളുമായി ഞങ്ങളുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ്, മധ്യമേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, 5 മണിയോടുകൂടി ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ വലിയ ഒരു മുന്നറിയിപ്പായി മാറുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. സമീറാണ് വിവരങ്ങളുമായി ചേർന്നത്. സമീർ, എങ്ങനെയാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ, മനുഷ്യച്ചങ്ങലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, എത്രത്തോളം ജനങ്ങളുടെ പങ്കാളിത്തമൊക്കെ കാണും? സമീർ. സൗമ്യ, നോട്ട് നിരോധനത്തെ തുടർന്നുള്ള ജനജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം ഇത്തരത്തിലുള്ള ഒരു ജനകീയ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നത്. 5 മണിക്ക് തന്നെ ഈ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കും. അതിന് മുന്നോടിയായിക്കൊണ്ട് 4 മണിയോടുകൂടി തന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അതിനുള്ള പ്രമുഖ നേതാക്കളും അതോടൊപ്പം തന്നെ അണികളും വിവിധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 4 മണിയോടുകൂടി തന്നെ ഈ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നേതാക്കളും അതോടൊപ്പം തന്നെ സമരത്തിൽ ഈ മനുഷ്യച്ചങ്ങലിൽ പങ്കാളികളാവുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ സാംസ്കാരിക നായകർ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കായിക പ്രതിഭകളും യുവജന സംഘടന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കർഷകരും അടങ്ങുന്ന വലിയ ഒരു ജനനിബിഡമാവുന്ന ഒരു മനുഷ്യച്ചങ്ങല തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. 4 മണിയോടുകൂടെ ആണ് ഈ കേന്ദ്രങ്ങളിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. 4:30 റിഹേഴ്സൽ നടക്കും. 5 മണിയോടുകൂടെയാണ് കൃത്യം 5 മണിക്ക് തന്നെ മനുഷ്യച്ചങ്ങല തീർക്കും. മധ്യ കേരളത്തിലും വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മനുഷ്യച്ചങ്ങലകൾ ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ പ്രധാനമായും എറണാകുളം ജില്ലയിൽ നടക്കുന്നത് 10 കേന്ദ്രങ്ങളിലാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇതിൽ വൈറ്റില ജംഗ്ഷനിൽ നടക്കുന്ന ഈ മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബിയാണ്. ഈ പരിപാടിയിൽ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായിട്ടുള്ള പ്രൊഫസർ M.K. സാനു മാസ്റ്റർ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ പങ്കെടുക്കുന്നു. തുടങ്ങി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാവുന്ന ഒരു പരിപാടി തന്നെയാണ് വൈറ്റിലയിൽ നടക്കുന്ന ഈ ഒരു പരിപാടി. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ അങ്കമാലിയിലെ 5 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ മനുഷ്യച്ചങ്ങലിൽ ആദ്യ കണ്ണിയാകുന്നത് MC ജോസഫൈനാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. അത്തരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലും പാലാരിവട്ടത്തും കുണ്ടന്നൂര് അതോടൊപ്പം ആലുവ, അത്താണി തുടങ്ങിയിട്ടുള്ള 10 കേന്ദ്രങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. വലിയ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ജനങ്ങളുടെ എത്രമാത്രം ഈ ഒരു നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിവിധ മേഖലകൾ, കാർഷിക മേഖല അതോടൊപ്പം തന്നെ വാണിജ്യ മേഖല, വ്യാപാര മേഖല, നിർമ്മാണ മേഖല തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളും തകിടം മറിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവരെല്ലാം തന്നെ ഇടതുപക്ഷം നടത്തുന്ന അല്ലെങ്കിൽ LDF നടത്തുന്ന ഒരു മനുഷ്യച്ചങ്ങല എന്ന രീതിയിൽ കണ്ടുകൊണ്ട് മാറി നിൽക്കുകയല്ല. എല്ലാവരെയും ഈ ഒരു നോട്ട് നിരോധനം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിക്കൊണ്ട് ഈ മേഖലകളിലുള്ള എല്ലാവരും തന്നെ എത്തിച്ചേരും. എന്തായാലും 5 മണിയോടുകൂടി തന്നെ ഈ മനുഷ്യച്ചങ്ങല തീർക്കും. സൗമ്യ. സമീറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മനുഷ്യച്ചങ്ങലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പല ഭാഗങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 5 മണിയോടുകൂടിയാണ് മനുഷ്യച്ചങ്ങല നടക്കുക. സംസ്ഥാനത്ത് ഉടനീളം ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം 50 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള അറിയിപ്പ് അത് പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തന്നെ ഒരു വലിയ മുന്നറിയിപ്പായി മാറാൻ പോകുന്നത് ഈ വലിയ ജനകൂട്ടായ്മ. കൂടുതലായി സാധാരണക്കാരുടെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ടായിരിക്കും മനുഷ്യച്ചങ്ങല തീർക്കുക.
മുഖ്യമന്ത്രിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക കായിക സാമൂഹ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകളെ ഒത്തുചേർത്തുകൊണ്ടാണ് പല ഭാഗങ്ങളിൽ നിന്നായി മനുഷ്യച്ചങ്ങല തീർക്കുക. സഹകരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ വലിയൊരു മുന്നറിയിപ്പായി തന്നെ മനുഷ്യച്ചങ്ങല തീരാൻ പോകുന്നത്. സഹകരണ മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, എങ്ങനെയായിരിക്കും മനുഷ്യച്ചങ്ങല? ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 5 മണിക്കോടുകൂടി തന്നെ വലിയ ഒരു മുന്നറിയിപ്പായി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു മനുഷ്യച്ചങ്ങല തീരും. ഒരുപക്ഷെ ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി തന്നെ നീങ്ങുകയാണ്. അതിന്റെ ഒരു മുന്നൊരുക്കങ്ങൾ ഏതു വിധത്തിലാണ് കുട്ടൻ? സൗമ്യ, മനുഷ്യച്ചങ്ങല മലബാറിൽ മഹാസംഭവമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. LDF ആഹ്വാനം ചെയ്ത എല്ലാ പരിപാടികളോടും, എല്ലാ സമരപരിപാടികളായും മറ്റ് സംഘടനാ പരിപാടികളായാലും എല്ലാം വലിയ ആവേശകരമായ പ്രതികരണം ലഭിക്കുന്ന മേഖലയാണ് മലബാർ. കണ്ണൂരിലും കോഴിക്കോടും കാസർഗോഡും വയനാട്ടിലും പാലക്കാട്ടും മലപ്പുറത്തുമെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകും. പ്രത്യേകിച്ച് സഹകരണ മേഖലയ്ക്ക് ഏറെ ശക്തിയും സ്വാധീനവുമുള്ള മേഖലയാണ് മലബാർ. ഇവിടുത്തെ ജനങ്ങൾ പല രീതികളിലായി സഹകരണ മേഖലയെ ആശ്രയിക്കുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാരായിട്ടും അവിടുന്ന് വായ്പ എടുക്കുന്നവരായാലും അവിടെ പണം നിക്ഷേപിക്കുന്നവരായാലും ദൈനംദിന ജീവിതത്തിൽ സഹകരണ മേഖലയോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്നവരാണ് മലബാറിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയെ തകർക്കുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഈ മനുഷ്യച്ചങ്ങലയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് രാജ്യത്തിലെ സാമ്പത്തിക മേഖല മുഴുവൻ തകർത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെയുള്ള വലിയ പ്രതിഷേധമായിരിക്കും മലബാറിൽ ഉണ്ടാകുക. കാസർഗോഡ് ജില്ലയിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP-യുടെ നേതൃത്വത്തിലായിരിക്കും മനുഷ്യച്ചങ്ങലയിൽ ജനങ്ങൾ അണിചേരുക. കണ്ണൂർ ജില്ലയിൽ പ്രമുഖരായ നേതാക്കളെല്ലാം ഉണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ MLA, മന്ത്രി KK ശൈലജ ടീച്ചർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കണ്ണൂരിൽ മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ പൂഴിത്തല മുതൽ ആണ് മനുഷ്യച്ചങ്ങല ആരംഭിക്കുന്നത്. മലപ്പുറം അതിർത്തി വരെ ഈ മനുഷ്യച്ചങ്ങല നീളും. ഏതാണ്ട് 79 കിലോമീറ്റർ ദൂരത്തിലാണ് ജനങ്ങൾ ഇവിടെ അണിചേരുക. 3.5 ലക്ഷത്തോളം ജനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങൾ ഈ പ്രതിഷേധ ചങ്ങലയിൽ അണിചേരുന്നത്. വയനാട് ജില്ലയിൽ അനുഭാവ ഈ നാഷണൽ ദേശീയപാതയിൽ നടക്കുന്ന ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വയനാട് ജില്ലയുടെ പല മേഖലകളിലും മനുഷ്യച്ചങ്ങല നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും മലപ്പുറത്തുമെല്ലാം വളരെ ആവേശകരമായ രീതിയിൽ തന്നെയായിരിക്കും മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മന്ത്രി AK ബാലനും മലപ്പുറത്ത് CPIM-ന്റെ നേതാവ് A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകുന്നത്. സൗമ്യ, കുട്ടനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഉടനീളമായി തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ദേശീയപാതയുടെ അരികിലായി മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. പൂർണ്ണമായും വാഹന ഗതാഗതം തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. ആ വിധത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ മുന്നറിയിപ്പായി ജനകീയ കൂട്ടായ്മയായി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത് നിന്നാണ് മനുഷ്യച്ചങ്ങല ആരംഭിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, ചെറുതുരുത്തി, നീലിയോട്, എടപ്പാൾ, കുറ്റിപ്പുറം വഴി കാസർഗോഡ് ടൗൺ വരെ ദേശീയപാതയുടെ ഇടതുവശത്തായി ലക്ഷങ്ങൾ ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. അതോടൊപ്പം തന്നെ വയനാട്, ഇടുക്കി ജില്ലകളിൽ 10,000 പങ്കെടുക്കുന്ന പ്രത്യേക മനുഷ്യച്ചങ്ങലകൾ തീർക്കാനുള്ള പദ്ധതിയുമുണ്ട്. ആ വിധത്തിൽ മലയോര മേഖലയിലുള്ള ജനങ്ങളും ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ ഭാഗമാകും. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ളവർ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചായിരിക്കും നിൽക്കുക. മറ്റ് ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെ ഈ നിശ്ചയിച്ച കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരും എന്നാണ് കണക്കുകൂട്ടലുകൾ ഉള്ളത്. ഇപ്പോൾ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ആണ് നടക്കുന്നത്. മറ്റ് മേഖലകളിലും പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, തലസ്ഥാന നഗരിയാണ് ഇതിന്റെ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയാവുക തലസ്ഥാന നഗരിയിൽ നിന്നാണ്. എവിടെ നിന്നായിരിക്കും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ? എങ്ങനെയാണ് തലസ്ഥാനത്ത് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുക? എന്തൊക്കെയാണ് വിവരങ്ങൾ?
സൗമ്യ, ഏതായാലും ചരിത്ര നിമിഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിൽ നോട്ട് പ്രതിസന്ധിയിലും ജനങ്ങൾ ദുരിതത്തിലായതിലും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയുമായി സംസ്ഥാനത്ത് ഇന്ന് 5 മണിക്ക് നടക്കുന്നത്. മനുഷ്യച്ചങ്ങലയ്ക്ക് കൃത്യം 5 മണിക്ക് തന്നെ തുടക്കമാകുന്നതായിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നിന്നാണ് രാജ്ഭവന് മുന്നിൽ ആദ്യ കണ്ണിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ആദ്യ കണ്ണിയാകുന്നത്. ഇതിൽ അദ്ദേഹത്തോടൊപ്പം ഇവിടെ അണിചേരുക CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ, മറ്റു കക്ഷി നേതാക്കൾ എല്ലാവരും ഇവിടെ അണിചേരുന്നതായിരിക്കും. സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 700 കിലോമീറ്റർ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നിന്നും കാസർഗോഡ് വരെയായി 700 കിലോമീറ്ററിലായാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതിനോടനുബന്ധിച്ചുള്ള പൊതുയോഗങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഏതായാലും ഇതിന് കൃത്യം 5 മണിക്ക് തന്നെ മനുഷ്യച്ചങ്ങല ആരംഭിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായി 4:30 അതിന് മുന്നോടിയായുള്ളൊരു മോക്ക് മനുഷ്യച്ചങ്ങല അതിന് മുന്നോടിയായി തന്നെ നടക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും കൃത്യം 5 മണിക്ക് മനുഷ്യച്ചങ്ങല പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള മനുഷ്യച്ചങ്ങല ആരംഭിക്കുക. ഇതിൽ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾക്ക് പുറമെ മറ്റ് കലാരംഗത്തുള്ളവർ എല്ലാവരും നിരവധി പേരാണ് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് തെക്കൻ കേരളത്തിൽ ആകെയും സംസ്ഥാനത്തൊട്ടാകെയുമായി വലിയ ഒരു ജനപങ്കാളിത്തം തന്നെയാകും ഇതിന് ഉണ്ടാവുക. ഇതിൽ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കേരളത്തിൽ ഇന്ന് ഈ 5 മണിക്ക് ദൃശ്യമാകുക എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും നോട്ട് പ്രതിസന്ധി അതിന്റെ 50ാം ദിവസം നാളെ 50ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിന് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകമായും LDF ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ ഒരു മനുഷ്യച്ചങ്ങല വാഹനഗതാഗതത്തെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനഗതാഗതത്തെ ബാധിക്കാത്ത തരത്തിൽ, ജനജീവിതത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ തന്നെയാകും ഈ മനുഷ്യച്ചങ്ങല 5 മണിക്ക് ആരംഭിക്കുക. ഏതായാലും അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 5 മണിയോടുകൂടിയാണ് മനുഷ്യച്ചങ്ങല, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ണികളാകുന്ന മനുഷ്യച്ചങ്ങല ചേരുക. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ വിവിധ റിപ്പോർട്ടർമാരാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നോട്ട് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനം വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ. നിരോധനം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നികുതി വരുമാനത്തിൽ ഇരട്ടിയിലധികം ഇടിവാണ് ഉണ്ടായത്. വിൽപ്പന നികുതിയിൽ 9%, ബെഫ്കോ വരുമാനത്തിൽ 27.3% കുറവ് രേഖപ്പെടുത്തി. അടുത്ത മാസം ശമ്പളം വൈകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ആവശ്യത്തിന് നോട്ടുകൾ നൽകാനാവില്ലെന്ന് RBI അറിയിച്ചതായും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. നോട്ട് നിരോധനം നിലവിൽ വന്ന് 50 ദിവസമാകുമ്പോൾ വൻ വരുമാന നഷ്ടവും കറൻസി ദൗർലഭ്യവുമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയിലധികമായി കുറഞ്ഞു. വിൽപ്പന നികുതി ഇനത്തിൽ മാത്രം 9% കുറവ് രേഖപ്പെടുത്തിയത്. ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവിൽ ഒറ്റ മാസം കൊണ്ടുണ്ടായത് 23.3% കുറവ്. രജിസ്ട്രേഷൻ ഇടപാടുകളും വൻ നഷ്ടത്തിലാണ്. ഭൂമി രജിസ്ട്രേഷനിൽ കഴിഞ്ഞ 2 മാസത്തെ കണക്ക് പ്രകാരം 58 കോടി രൂപയുടെ കുറവാണുണ്ടായത്. ലോട്ടറി മേഖലയിൽ 5% വരുമാന നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ മാസത്തേക്കാൾ ഗുരുതരമാണ് ജനുവരിയിലെ ശമ്പള പെൻഷൻ വിതരണമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. അടുത്ത മാസം 50 ദിവസം കഴിഞ്ഞുള്ള ശമ്പളം കൊടുപ്പല്ലേ, പക്ഷെ മോഡി പറഞ്ഞതിന് നേർവിപരീതം ഉണ്ടാവാൻ പോണത്. ഡിസംബർ മാസത്തിനേക്കാൾ വളരെ രൂക്ഷമായിരിക്കും ഈ ജനുവരി മാസത്തിലെ ശമ്പളം. ചെറുകിട നിർമ്മാണ മേഖലയെ പ്രതിസന്ധി ബാധിച്ചപ്പോൾ കെട്ടിട നിർമ്മാണം ഗണ്യമായി കുറഞ്ഞു. ബാങ്കിംഗ് മേഖലയിൽ 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. വ്യവസായ മേഖലയിലും സ്വർണ്ണ വിപണിയിലും പ്രതിസന്ധി കനത്ത പ്രഹരമായി. സംസ്ഥാനം പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതിൽ 40% തുകയാണ് റിസർവ് ബാങ്ക് സംസ്ഥാനത്തിന് നൽകിയത് പോലും. ഇത് സംസ്ഥാനത്തിന് ഇരട്ടി പ്രഹരവുമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷ തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഡിസംബർ 31 വൈകിട്ട് 7:30 നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. നോട്ട് അസാധുവാക്കൽ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസംഗം രാജ്യം ഉറ്റുനോക്കുന്നത്. ജയലളിതയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച മദ്രാസ് ഹൈക്കോടതി. ചികിത്സയിലായിരിക്കെ എന്തുകൊണ്ട് ജയലളിതയുടെ ആരോഗ്യനില രഹസ്യമാക്കി വെച്ചുവെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. അതിനിടെ AIDMKയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ശശികല നടരാജനെ തെരഞ്ഞെടുത്തു. ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. അതേസമയം ശശികലയെ ജനറൽ സെക്രട്ടറി ആക്കിയതിനെതിരെ വിമത MP ശശികല പുഷ്പ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി.
മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വൈദ്യലിംഗം സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്തുകൊണ്ടാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി വെച്ചതെന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കിയില്ല എന്നതായിരുന്നു അടുത്ത ചോദ്യം. കോടതി നിർണായകമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ചെന്നൈയിൽ ചേർന്ന AIADMK ജനറൽ കൗൺസിൽ യോഗം ജയലളിതയുടെ തോഴി ശശികലയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ശശികല ജയലളിതയുടെ ആത്മാവാണെന്നും ചിന്ന അമ്മയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി പനീർശെൽവം പറഞ്ഞു. அதற்கான தீர்மானம் பொதுக்குழுவால் ஏகமனதாக நிறைவேற்றப்பட்டுள்ளது. அந்த தகவலை மதிப்பிற்குரிய சின்னம்மா அவர்களிடம் தெரிவித்து அவரது சம்மதத்தை பெறுவதற்காக நாங்கள் இப்பொழுது சென்று கொண்டிருக்கின்றோம். ശശികലയെ ജനറൽ സെക്രട്ടറിയാക്കുന്നതിൽ AIADMK അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ AIADMK നേതാക്കൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. അതേസമയം ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശശികല മറുപടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്. വരുമാനത്തിന്റെ 50% വിഹിതം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ. സമരം ഒത്തുതീരാത്തതിന് പിന്നിൽ നിർമ്മാതാവ് സുരേഷിന്റെ സ്വാർത്ഥ താൽപര്യമാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. പ്രസിഡന്റ് സുരേഷ് അവരെ മെമ്പർമാരെ വഞ്ചിക്കാന്നല്ല. കാരണം അറിയോ, ഈ സമരം തീരുകയാണെങ്കിൽ ഭൈരവ നല്ല വിജയപടത്തിന് 70 തിയേറ്റർ കിട്ടും. എൻ്റെ കറക്റ്റായിട്ട് കണക്കായത് കേരളത്തിൽ 70 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും. സമരം നീണ്ടുപോയാൽ ആ പടം 225 സ്റ്റേഷനിൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഗുണം മകൾക്കുണ്ടാവുമല്ലോ. കാരണം മകൾ അഭിനയിച്ച പടം കേരളത്തിൽ 225 തിയേറ്ററിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ പേരാണ്. ആ കുട്ടിക്കും കിട്ടുന്ന പേരാണ്. അതെന്തായാലും സുരേഷ് കുമാറിൻ്റെ മോളാണെങ്കിൽ എൻ്റെ മോളാണ് തന്നെയാണ്. അതായാലും ഞാനായാലും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അജണ്ട ഉണ്ടോ എന്നല്ല ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് തോന്നുന്നു. ഇങ്ങനെ അന്യഭാഷാ ചിത്രം വരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സിനിമാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ തിയേറ്റർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ചർച്ച എങ്ങനെയാണ്? സൗമ്യ, സിനിമാ പ്രതിസന്ധിക്ക് പ്രശ്നപരിഹാരം അകലെ എന്നതിന്റെ സൂചന തന്നെയാണ് ഈ തിയേറ്റർ ഉടമകളുടെ വാക്കുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നിർമ്മാതാക്കൾ അവരുടെ ഭാഗത്തു നിന്ന് ഉറച്ചു നിൽക്കുന്നു. അതായത് 60% വരുമാനത്തിന്റെ വിഹിതം 60% വേണം എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ആവശ്യം അതാണ്. എന്നാൽ അത്തരം ഒരു തീരുമാനത്തിന് വഴങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് തിയേറ്റർ ഉടമകളുടെ നിലപാട്. 50% വിഹിതം വേണം, അല്ലെങ്കിൽ ഈ തിയേറ്റർ വ്യവസായം തകരും എന്നുള്ളതാണ് തിയേറ്റർ ഉടമകളുടെ നിലപാട്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ ഉടമകളുടെ നിലപാട്. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഇതുവരെ. മാത്രമല്ല നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള ചിത്രങ്ങൾ കൂടി പിൻവലിക്കാനാണ് തീരുമാനം. അത്തരത്തിലൊരു തീരുമാനം നാളെ വരുമ്പോൾ എന്തായിരിക്കണം ഭാവി പരിപാടികൾ എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേരുന്നത്. 3 മണിയോടെ യോഗം അവസാനിക്കുകയും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ വിശദീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 2 സൈനികർക്ക് പരിക്കേറ്റു. ഷാഗുൻ ഹജിൻ ഗ്രാമത്തിലാണ് വെടിവയ്പുണ്ടായത്. മേഖലയിൽ ഭീകരർക്കായി സുരക്ഷാ സേന തെരച്ചിൽ നടത്തുകയാണ്. രൂക്ഷമായ ജലക്ഷാമത്തെ തുടർന്ന് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ സ്വച്ഛ് ഭാരത് പദ്ധതി താളം തെറ്റുന്നു. വീടുകളിൽ കക്കൂസുകൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതിനെ തുടർന്ന് പലരും വെളിംപ്രദേശങ്ങളിലാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. പുത്തൂരിലെ കുളപ്പടിയൂരിലെ പല കക്കൂസുകളും ഇപ്പോൾ ആട്ടിൻകൂടുകളാണ്. കൊടുംചൂടിൽ അട്ടപ്പാടി ആദിവാസി മേഖല ചുട്ടുപൊള്ളുകയാണ്. വേനൽക്കാലം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നീരൊഴുക്കുകളിലെ മിക്കതും വറ്റിവരണ്ടിരിക്കുന്നു. പുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുള ആദിവാസി വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന കുളപ്പടി ഊരിലെത്തിയാൽ വരൾച്ചയുടെ തീഷ്ണത നേരിൽ കാണാം. ഇവിടുത്തെ 114 വീടുകളിലും കക്കൂസുകളുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതി ഇവിടെ സമ്പൂർണ്ണ വിജയമാണെങ്കിലും കക്കൂസുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, അതിനുള്ള ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമില്ല. കാടുകളിലാണ് പോകുന്നത് എല്ലാവരും. ഈ പ്രദേശത്ത് എല്ലാവരും അങ്ങനെയാണ്. ഗ്രാമത്തിൽ നിന്ന് ഏറെ അകലെ ഇതുപോലുള്ള ചില ജലസ്രോതസ്സുകളുണ്ട്. ഗ്രാമീണരും വന്യജീവികളുമെല്ലാം കുടിക്കുന്നത് ഈ മലിനജലമാണ്. ഒട്ടും വെള്ളമല്ല. അതുകൊണ്ട് നമ്മൾ ആകെ ഒരു 3-4 കിലോമീറ്ററിന് ഇപ്പുറത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. മഴ കനിഞ്ഞില്ലെങ്കിൽ
ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിക്കായിരിക്കും വരുന്ന വേനലിൽ ഈ മലയോരം സാക്ഷ്യം വഹിക്കുക. ഊരുകൾ പകർച്ചവ്യാധികളുടെ പിടിയിലമർന്നേക്കും. ഈ ഗ്രാമീണരെ ശുചിത്വത്തെക്കുറിച്ച് ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കക്കൂസുകളുണ്ട്. എന്നാൽ ഒരു വീട്ടിലും ഇപ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് വെള്ളം തരൂ, എന്നിട്ടാവാം സ്വച്ഛ ഭാരതത്തെക്കുറിച്ചുള്ള സംസാരം. ഇതാണ് ഈ ഗ്രാമം പറയുന്നത്. പുതൂർ കുളപ്പടി ഇരുള കോളനിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പിടിമുറുക്കുന്ന ഇടത് തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളം കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര ഫണ്ട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽ കരത്തിന്റെ പരിധി ഉയർത്തണമെന്ന് തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. 21ഓളം പ്രധാനമായ അജണ്ടകളാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ തെക്കൻ മേഖലാ യോഗം ചർച്ച ചെയ്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽ കരത്തിന്റെ പരിധി 2500 രൂപയിൽ നിന്നും ഉയർത്തണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ഉറപ്പു നൽകി. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മംഗലാപുരം ഉടുപ്പി വരെ നീട്ടാമെന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പൊതുധാരണയായിട്ടുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി കൊച്ചി വരെ നീട്ടണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് പരസ്പരം കൈമാറാനും യോഗത്തിൽ ധാരണയായി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും ഭരണാധികാരികളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇടത് തീവ്രവാദത്തെ നേരിടുന്നതിനായി സംസ്ഥാനം ഒരു പുതിയ കേന്ദ്ര ബറ്റാലിയൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിന് വേണ്ടി വരുന്ന ലോജിസ്റ്റിക് സപ്പോർട്ടും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞു. സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ചില ബറ്റാലിയന് ചോദിച്ചിട്ടുണ്ട്, അത് എഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ചില കുറച്ച് ഫണ്ടിങ്ങിന് ചോദിക്കും. ഇപ്പം ഫണ്ടിങ് സൗത്തിലുള്ള ഡിസ്ട്രിക്ട്സിന് ഇല്ല, നോർത്തിലുള്ള ഡിസ്ട്രിക്ട്സിനേ ഉള്ളൂ. അപ്പോൾ ആ ഫണ്ടിങ്ങിനും ഇത് രണ്ടുമാണ് പറഞ്ഞത്. പിന്നെ 3 സ്റ്റേറ്റ്സും കോഓപ്പറേഷൻ, ഇൻ്റലിജൻസും ഉള്ള കോഓപ്പറേഷൻ, കർണാടക, തമിഴ്നാട്, കേരള പ്ലസ് ആന്ധ്ര, തെലങ്കാനയുടെ ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, വി നാരായണസ്വാമി, തമിഴ്നാട് മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ, ആന്ധ്ര ധനകാര്യമന്ത്രി യാനമല കൃഷ്ണഡു, തെലങ്കാന മന്ത്രി നായിനി നരസിംഹറെഡ്ഡി, കർണാടക നിയമമന്ത്രി എൽ ജയചന്ദ്ര, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി എന്നിവരോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.